വോയിസ് ഞാൻ യൂട്യൂബിൽ ഏകദേശം 13 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് ആകെ 51 സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. അതൊന്നും എനിക്ക് പോരെ, എനിക്ക് ഇനിയും സബ്സ്ക്രൈബേഴ്സ് വേണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് യൂട്യൂബിൽ നമുക്ക് എങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാമെന്ന്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനൊരു പെർഫെക്റ്റ് ചാനലുണ്ട്. അതിൻ്റെ അകത്ത് കറക്റ്റ് ഒരു ഗൈഡ് ഉണ്ട്, നമുക്ക് യൂട്യൂബിൽ എങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാം, എങ്ങനെ വലിയൊരു യൂട്യൂബർ ആവാം. സോ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് വേണോ, വ്യൂസ് വേണോ, എന്തിന് കിടന്നുറങ്ങുമ്പോൾ പോലും പൈസ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണം. എനിക്ക് എൻ്റെ ഈ വീഡിയോ ഫോളോ ചെയ്യും. ഒരു 30 ദിവസത്തിനൊക്കെ ഞാൻ കാര്യമെല്ലാം സെറ്റ് ആക്കി തരാം. ഓക്കെ ബ്രോ, ഈ അക്കൗണ്ട് ഭയങ്കര സസ്സാണ്. കാരണം ഇതിൻ്റെ 2 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അതിപ്പോൾ ഭയങ്കര തള്ളുന്നു. കിടന്ന് ഉറങ്ങുമ്പോഴൊക്കെ പൈസ വരുമെന്ന് പറയുന്നു. ചിലപ്പോൾ തള്ളല്ലായിരിക്കും, ഇപ്പോൾ യൂട്യൂബ് അൽഗോരിതം ക്രാക്ക് ചെയ്താണ്. നമുക്ക് ബാക്കിയും കൂടെ കണ്ടുകളയാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഏറ്റവും നല്ല തംബ്നെയിൽ വയ്ക്കുക. തംബ്നെയിലാണ് ഒരു വീഡിയോയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ഷോക്കിംഗ് ഫേസസ് ഒക്കെ തംബ്നെയിൽ. ഉദാഹരണത്തിന് നിങ്ങൾ തംബ്നെയിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കാൻ ശ്രമിക്കുക. അതാണ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. ഞാൻ എക്സാമ്പിളിന് വേണമെങ്കിൽ ഇവിടെ ഒരു തംബ്നെയിൽ കാണിക്കാം. ഓ ബ്രോ, ഇതെന്തോ തംബ്നെയിൽ, ഇത് ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത കളറില്ലല്ലേ. ഇതൊക്കെ വെച്ച ആളുകൾ കണ്ടാൽ ക്ലിക്ക് ചെയ്യത്ത പോലും ഇല്ല. ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ ഒരുമാതിരി ആവുന്നു, കണ്ണു പിടിക്കുന്നില്ല. ഇത് കണ്ടിട്ട് ഇല്ലാത്ത കളറില്ല ഇതിൻ്റെ അകത്ത്. ഇപ്പൊ സാൻഡ്രിക്സിലെ CJ മൈക്രാഫ്റ്റിലെ സ്കോഡും ഒക്കെ വെച്ചേക്കുന്നു. രഹസ്യങ്ങൾ പുറത്ത്, എന്തോ രഹസ്യങ്ങൾ പുറത്ത്. എക്സാമ്പിൾ ആണെങ്കിലും ബ്രോ ഒരു പരിധി വേണ്ടി ഇങ്ങനെയാണ് എടുത്ത് കാണിക്കുന്നത്. എന്താ പറയുന്നത്, നമുക്ക് ബാക്കിയും കൂടെ കാണാം. അതേപോലെ വെച്ചിട്ടുണ്ടല്ലോ മച്ചാന്മാരെ, നിങ്ങളെ വീഡിയോയിൽ എല്ലാവരും കൂടെ ക്ലിക്ക് ചെയ്ത് അവസാനം ഫോൺ അടിച്ച് പൊട്ടിച്ച് യൂട്യൂബിന്റെ സെർവർ വരെ പോകും. ഇതെന്താണെന്ന് മനസ്സിലായോ? ഈ ക്യാഷെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാ. അതെ ഗൈസ്, ഗീവ് അവേ. ഞാനിത് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോനെ പൈസകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്കൊരു കുറ്റബോധം, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കാരണമാണ്. 2 സബ്സ്ക്രൈബേഴ്സുള്ള ഇവൻ എവിടെ നിന്ന് പൈസ കിട്ടാനാ? യൂട്യൂബിൽ നിന്ന്. 2 സബ്സ്ക്രൈബേഴ്സുള്ള ആർക്കും യൂട്യൂബ് പൈസയൊന്നും കൊടുക്കത്തില്ല. മിനിമം 1000 വേണം. അപ്പോൾ എന്തോ നയിക്കണം തള്ളുന്നേ, ബാക്കി കൂടെ കാണാം ഈ പൈസ കിട്ടുന്നതെന്ന്. അതുകൊണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് തന്നെ തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓക്കെ, ക്യാഷും ഉണ്ട്, iPhone 16 Max Proയും ഉണ്ട്. പ്രോ മാക്സ് എന്നൊക്കെ നിങ്ങൾക്ക് വിളിക്കാം, എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. iPhone 16 ഉണ്ട്, അത് ഓർഡർ ചെയ്തിട്ടുണ്ട്, നാളെ എത്തും. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്, യൂട്യൂബ്, ഗൂഗിൾ പ്ലസ് ഒന്നും ഇപ്പോൾ ഇല്ലടാ. അതിലെങ്ങനെയാണോ നിന്നെ ഫോളോ ചെയ്യുന്നത്? Spotify ഇവിടെയൊക്കെ ഫോളോ ചെയ്യണം. പിന്നെ ഒരു 500 അക്കൗണ്ട് കൂടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഗൈസ്, ഞാൻ തന്നെ കൊണ്ടു തരുന്നതായിരിക്കും. ഓക്കെ, എനിക്ക് വേണ്ട നിന്റെ പൈസ. 500 അക്കൗണ്ട് ഞാൻ യൂട്യൂബ് വഴി മാത്രമല്ല ഉണ്ടാക്കിയത്, ഇത് ഞാൻ ഗെയിംസ് കൂടെ കളിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ആപ്പിൻ്റെ പേരാണ് ചുങ്കളി ഗെയിംസ്. ചുങ്കളി ഗെയിംസ് ഭയങ്കര എളുപ്പമാണ്. അതിൻ്റെ അകത്ത് പല കളികളുണ്ട്. ഓടുന്ന പട്ടിയെ കല്ലെറിയുന്നത്, പിന്നെ ഓടുന്ന മീനെ കവറിലാക്കുന്നത്, അങ്ങനെ ഒരുപാട് ഗെയിംസ് ഉണ്ട്. അതെല്ലാം കളിച്ച് നിങ്ങൾക്ക് പൈസ കിട്ടാൻ പറ്റും. പിന്നെ എന്ന് പറയുന്നത്, ഇത് ട്രസ്റ്റഡ് ആണെന്നാണ്. ഇത് ഇന്തോനേഷ്യ, ടാൻസാനിയ, ആഫ്രിക്ക എന്നീ സ്ഥലങ്ങളിലെല്ലാം ലീഗലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് കളിച്ച് ഒരുപാട് പൈസ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഇതിൻ്റെ അകത്ത് ആഡ് ഇവനാരാ പ്രൊമോഷൻ കൊടുക്കുന്നത്? 2 സബ്സ്ക്രൈബർ ഉള്ളവന്. ഈ വീഡിയോ ആരും കണ്ടിട്ട് പോലും ഇല്ല. എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ് ബ്രോ ഏറ്റവും കൂടുതൽ മാറ്റർ ചെയ്യുന്ന കാര്യം. നിങ്ങൾ ഡെയിലി മിനിമം 5 വീഡിയോ വെച്ചെങ്കിലും കൂടെ. 5 വീഡിയോ ഇല്ലെങ്കിൽ 5 വീഡിയോ ഒരു ദിവസം 5 വീഡിയോ ഇടാൻ ഞാൻ അവിടെ റോബോട്ടാണ്. എങ്ങനെയാണ് ഒരാൾക്ക് 5 വീഡിയോ ഇടുന്നത്? ഞാൻ തന്നെ ഇവിടെ 5 ദിവസം ആകുമ്പോൾ ഓരോ വീഡിയോ ഇടുന്നത്. അത് തന്നെ നല്ല കഷ്ടപ്പെട്ടാണ് ഇടുന്നത്. അപ്പോഴാണ് ഇവൻ ഓരോ ദിവസം 5 വീഡിയോ വെച്ച് ഇടാൻ. അതൊന്നും ആരെ കൊണ്ട് പറ്റൂല ബ്രോ എന്താ പറയുന്നത്? കാര്യമില്ല മച്ചാന്മാരെ, എല്ലാം പോയി. മാക്സിമം 10 ഞാനൊക്കെ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഒരു ദിവസം 25 വീഡിയോ വെച്ചായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ നിങ്ങൾ 25 വീഡിയോയാ? അതൊക്കെ ഹ്യൂമൻലി പോസിബിൾ ആണോ? ഇവ 5 മിനിമം എന്ന് പറയുന്നത്, മാക്സിമം 10 ഇടാം. എന്നിട്ട് ഇവ 25 വീഡിയോ ഇട്ടെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. കഴിവതും 4K തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക മച്ചാന്മാരെ. എന്നാൽ നിങ്ങളുടെ വീഡിയോസിന് നല്ല ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് നല്ല റീച്ചും കിട്ടും. അതെന്ത് പൊട്ടത്തരടാ പറയുന്നത്? 4K വീഡിയോ ഇട്ടാൽ നല്ല ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് നല്ല റീച്ചും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അല്ലേ തന്നെ ഞാൻ ഇവിടെ 4K അപ്ലോഡ് ചെയ്താലും 8K അപ്ലോഡ് ചെയ്താലും ആരും കാണത്തില്ല. ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് എൻ്റെ അനിയൻ്റെ ലൈവ് റിയാക്ഷനാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ അനിയൻ അവിടെ ഇരിപ്പുണ്ട്. മനസ്സിലായി, ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എൻ്റെ ചാനലിൽ. നിങ്ങളുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂട്ടുക. വീഡിയോയുടെ ലെങ്ത് കൂട്ടിയാൽ ഒരുപാട് വാച്ച് ടൈം കിട്ടും. നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? യൂട്യൂബ് 2005 ഫൗണ്ട് ചെയ്തത്. പിന്നെ ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം നിങ്ങൾക്കറിയാമോ? എനിക്കും അറിഞ്ഞുകൂടാ, അറിയാമായിരുന്നെങ്കിൽ പറഞ്ഞു തരാമായിരുന്നു. പിന്നെ ബൈക്ക് ഓട്ടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ക്ലച്ച് പിടിച്ച് മാത്രം ഗിയർ മാറുക. ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തോടാ പറയുന്നത്? ബൈക്ക് ഓട്ടിക്കുമ്പോൾ ക്ലച്ച് പിടിച്ചിട്ട് ഗിയർ? ബൈക്കാ? വീഡിയോയൊക്കെ എങ്ങനെ റീച്ച് കിട്ടാന്നുള്ള വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ വിക്കിപീഡിയ ഒക്കെ എന്തൊക്കെയോ വായിക്കുന്നതൊക്കെ ഉണ്ടല്ലേ.
എൻ്റെ കോഴ്സ് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ്. മൈ യൂട്യൂബ് മാസ്റ്റർ ക്ലാസ് ഓൺലി കോസ്റ്റ് 9,099 റുപ്പീസ്. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ബേസിക് കാര്യങ്ങൾ തന്നെ ഞാൻ പവർ പോയിന്റ് വെച്ച് പഠിപ്പിച്ചു തരും. പിന്നെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എന്നാലും എൻ്റെ വക ഫ്രീ മോട്ടിവേഷൻ ഉണ്ട് ആ ക്ലാസ്സിൽ. അതുകൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്തിരുന്നാൽ എന്തായാലും ഉറപ്പായിട്ടും വർത്തായിരിക്കും. ഓക്കെ, ഇനി ഈ വീഡിയോയുടെ ഇവൻ എന്തോന്ന് പൊത്തിൻ്റെ അകത്തിരിക്കുന്ന അണ്ണാണ്. അതിൻ്റെ അകത്ത് കയറിയിരുന്ന് പറയുന്നത് അത് കോഴ്സ് വാങ്ങിക്കാൻ 10,000 രൂപയ്ക്ക് അവൻ്റെ കോഴ്സ്. അവനെ 2 സബ്സ്ക്രൈബറേ ഉള്ളൂ, ഈ വീഡിയോയ്ക്ക് വ്യൂ പോലും ഇല്ല. എന്നിട്ട് അവൻ പറയുന്നത് അവൻ്റെ കോഴ്സ് വാങ്ങിക്കാൻ. എന്നിട്ട് അവൻ പറയാം അതിലൊരു നാണം ഇല്ലാതെ അവൻ പറയാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും അവൻ്റെ മോട്ടിവേഷനോട്. പിന്നെ ഇതിൻ്റെ മോട്ടിവേഷൻ എനിക്കെന്തിന്, ബാക്കിയും കൂടെ കാണാം. തീരെ ഏകദേശം ഇത്. അപ്പോൾ ഇതുവരെയായിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല. ബൈക്കിൻ്റെ ഗിയർ മാറ്റുമ്പോൾ ക്ലച്ച് പിടിക്കണമെന്നൊക്കെ ഇടയ്ക്ക് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എങ്ങനെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കിട്ടാം, അത് വളരെ സിമ്പിളാണ്. നല്ല കണ്ടൻറ്റ്സ് അപ്ലോഡ് ചെയ്താൽ മതി, നിങ്ങൾക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കിട്ടും. ഓക്കെ, ബൈ. ബോയ്സ്, ഞാൻ യൂട്യൂബിൽ തന്നെ എങ്ങനെ യൂട്യൂബിൽ ഗ്രോ ആവുമെന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വീഡിയോസ് കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിൽ തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഞാൻ ആ ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഒന്നും കുറ്റം പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആരുടെ വീഡിയോ ഒന്നും എടുത്ത് കാണിക്കാതെ എന്നെ തന്നെ സേഫായിട്ട് റോസ്റ്റ് ചെയ്തത്. സോ ബോയ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഇഷ്ടവും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.